Hi learners, welcome to I+ Training Solutions. ജാനുവരി 2025 നടന്നിട്ടുണ്ടായിരുന്ന സെറ്റ് എക്സാമിനേഷൻ്റെ സെറ്റ് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 21st ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. നമ്മുടെ 21st ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മൊണോപോളി ഓഫ് ടീ ട്രേഡ് ആൻഡ് ട്രേഡ് വിത്ത് ചൈന വാസ് ബ്രോട്ട് ടു ആൻ എൻഡ് ബൈ ദ ചാർട്ടേഡ് ആക്ട് ഓഫ് ഡാഷ്. ഏത് ചാർട്ടേഡ് ആക്ട് പ്രകാരമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടീ ട്രേഡ് അവസാനിക്കുന്നതും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ട്രേഡ് അവസാനിക്കുന്നതും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏത് ചാർട്ടേഡ് ആക്ട് പ്രകാരമാണ് ഈ രണ്ട് കാര്യങ്ങളും എൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. 1793, 1813, 1833, 1653. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ടൊരു കാര്യം കൂടി ഇതിൽ എനിക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1833 എന്നുള്ള ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഈ 1733 ചാർട്ടേഡ് ആക്ട് പ്രകാരമാണ് ചൈനയിലേക്കുള്ള ഒരു ട്രേഡ് മൊണോപോളി, ടീ ട്രേഡിന്റെ മൊണോപോളി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. ദെൻ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1813 ചാർട്ടേഡ് ആക്ടിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. കമ്പനിയുടെ മൊണോപോളി പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് 1833 ചാർട്ടേഡ് ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടീ ട്രേഡ്, ചൈനയുമായിട്ടുള്ള ടീ ട്രേഡ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1813 ചാർട്ടേഡ് ആക്ടിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സെയിം കാര്യം തന്നെ പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കണേ. ദ ചാർട്ടേഡ് ആക്ട് ഓഫ് 13 had previously preserved the company's monopoly over tea trade and trade with China. Okay. Then നമുക്ക് പ്രധാനമായിട്ടും 4 ചാർട്ടേഡ് ആക്ടുകളാണ് ഉള്ളത്. 1793, 1813, 1833, 1853. ഈ ചാർട്ടേഡ് ആക്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ ഇത്തരം ചാർട്ടേഡ് ആക്ട് പ്രകാരമാണ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചാർട്ടേഡ് ആക്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. These acts marked the transition of East India Company from a commercial body to a political authority under the Crown's growing control. അപ്പോൾ ഇത്തരം ചാർട്ടേഡ് ആക്ടുകൾ പ്രകാരമാണ് കമ്പനി അവരുടെ ആ ഒരു അധികാരം, അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു അതിന്റെ അണ്ടറിലുള്ള, ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലുള്ള ഒരു ഭരണം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നത് ഇത്തരത്തിലുള്ള ചാർട്ടേഡ് ആക്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. സോ ഒരു കമ്പനി റൂൾ എന്നതിലുപരി ഒരു അതോറിറ്റിയുടെ റൂൾ എന്ന ലേബലിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാരം മാറുന്നത് ഈ ചാർട്ടേഡ് ആക്ട് വഴിയാണ് കേട്ടോ. 22nd ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കിതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എന്തായാലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിലെത്ത സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല, ഒരെണ്ണെങ്കിലും ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് 10ാമത്തെയോ മറ്റോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ലിസ്റ്റ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ആക്ടുകളാണ്. ലിസ്റ്റ് സെക്കൻഡിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ പേര്. ലിസ്റ്റ് ഫസ്റ്റ് നോക്കുമ്പോൾ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, അബോളിഷൻ ഓഫ് സ്ലേവറി, പ്രൊഹിബിഷൻ ഓഫ് സതി. ലിസ്റ്റ് സെക്കൻഡ് നോക്കുമ്പോൾ എല്ലൻബറോ, ഡൽഹൌസി, വില്യം ബെന്റിക്, ലാൻസ്ഡൗൺ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കോഡുകൾ പ്രകാരം മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തേണ്ടത്. ഇത്തരത്തിലെ കോഡുകൾ വഴി ആൻസർ കണ്ടെത്താൻ പറയുമ്പോൾ നമുക്ക് അതിൽ ഒരു ലൂപ്പ് ഹോളും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഇതിലത്തെ 2 അറിയാം, 2 അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന്റെ ആൻസർ പറയാം, എന്നിട്ട് പറഞ്ഞുതരാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് കോഡ് A2, അതായത് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് കണക്ഷൻ വരുന്നത് ഡൽഹൌസി ആയിട്ടാണ്
ബി ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 4 ലാൻസ്ഡൗൺ ആയിട്ടാണ് കണക്ട് ആവുന്നത്. അബോളിഷൻ ഓഫ് സ്ലേവറി സി ആണ്, സി എലൻബറോ ആയിട്ടാണ് കണക്ട് ആവുന്നത്. ഡി പ്രൊഹിബിഷൻ ഓഫ് സതി വില്യം ബെന്റിക് ആയിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 2 ഓപ്ഷൻ അറിയാം. ബാക്കി 2 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ 2 ഓപ്ഷൻ പെയർ ചെയ്തിട്ടുള്ളത് ഏതാന്ന് നോക്ക്. ഇപ്പോൾ നമ്മുടെ ഇതിൽ എന്തായാലും സതി നിർത്തലാക്കിയിട്ടുള്ളതും അതുപോലെ വിഡോ റീമാരേജ് ആക്റ്റും എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയണ ആക്റ്റുകളാണ് ഈ 2 അല്ലെ. കോമൺ ആയിട്ട് നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ പഠിക്കുന്നതാണ്. സതി നിർത്തലാക്കിയത് വില്യം ബെന്റിക് ആണ്, വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡൽഹൌസി ആണ് എന്നിങ്ങനെ. അപ്പൊ ആ 2 ഓപ്ഷൻ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഡൽഹൌസി ആയിട്ട് കണക്ട് ആവുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ് തന്നെ ഉള്ളൂ അല്ലെ. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ഉള്ളത്. അപ്പൊ ആ 2 ഓപ്ഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി അതിൽ ആ 2 ഓപ്ഷനിൽ നമ്മുടെ അടുത്ത സെക്ഷൻ കൂടിയും കണക്ട് ആവുന്ന ഏതാണുള്ളത് നോക്കുക. അടുത്ത ഏതാണ് നമ്മൾ പറഞ്ഞത്? പ്രൊഹിബിഷൻ ഓഫ് സതി നിർത്തലാക്കിയത് വില്യം ബെന്റിക് ആണെന്നുള്ളത്. അതായത് D3 എന്നുള്ളത്. ആ D3 എന്നുള്ള കോഡ് വേറെ ഏതിലാ വന്നിട്ടുള്ളത്? നമ്മുടെ ഓപ്ഷൻ ബിയിൽ തന്നെയാണല്ലേ. അപ്പൊ ഈ 2 നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ആൻസർ കറക്റ്റ് ആയി. ഓക്കെ, ഈ 2 കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് വരാം. 4 അറിയണമെന്നില്ല, എന്തായാലും 4 പഠിക്കേണ്ടതൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇൻ കേസ് വല്ല ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിക്കും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ആൻസറിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856 ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ലോർഡ് ഡൽഹൌസി ആണ് ഈ ഒരു ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. പാസ്സാക്കുന്നത് ലോർഡ് കാനിങ് ആണ്. കാനിങ് പ്രഭു ആണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ആക്ട് പാസ്സാക്കിയിട്ടുള്ള വ്യക്തിയെ കുറിച്ചിട്ട് വൺ വേർഡ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡൽഹൌസിയും അതുപോലെ ലോർഡ് കാനിങ്ങും ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഡൽഹൌസിനെ ക്ലിക്ക് ചെയ്യരുത്. അദ്ദേഹം ഡൽഹൌസി പ്രഭു ആണ് ഈ ഒരു ആക്ട് 1856 ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. തയ്യാറാക്കുന്നത് ഇദ്ദേഹമാണ്, പക്ഷെ അത് പാസ്സാക്കുന്നത് ലോർഡ് കാനിങ് ആണ്. ആക്ട് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഇനാക്റ്റഡ് ഓൺ 26 ജൂലൈ 1856 1856 ജൂലൈ 26 ആക്ട് നിലവിൽ വരുന്നത്. ഇനി ഏജ് ഓഫ് കൺസെന്റ് ആക്ട് എന്ന് പറയുന്നത് 1891 പാസ്സാക്കുന്ന ഒരു ആക്ട് ആണ്. ബൈ ദ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി ലോർഡ് ലാൻസ്ഡൗൺ. ലോർഡ് ലാൻസ്ഡൗൺ ആണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. This act was introduced by Sir Andrew Scobell in Legislative Council of the Governor General of India in Calcutta on January 9, 1891. അപ്പോൾ ഈ ആക്ട് പാസ്സാക്കുന്ന വ്യക്തിയാണ് ലോർഡ് ലാൻസ്ഡൗൺ എന്ന് പറയുന്ന വ്യക്തി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ ആൻഡ്രൂ സ്കോബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോർഡ് എലൻബറോ, the Governor General of India from 1842 to 1844, abolished slavery in India by enacting the Indian Slavery Act 1843. അപ്പോൾ 1842 to 1844 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന എലൻബറോ പ്രഭുവാണ് ഈ ഒരു ഇന്ത്യൻ സ്ലേവറി ആക്ട് 1843 ഇനാക്ട് ചെയ്യുന്നത്. ബംഗാൾ സതി റെഗുലേഷൻ 1829 പാസ്സാക്കുന്നത്. ലോർഡ് വില്യം ബെന്റിക് ആണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ബെന്റിക് പ്രഭു. രാജാറാം മോഹൻ റോയുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊക്കെയാണ് സതി നിർത്തലാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തത് മാത്രം. അപ്പൊ ഈ ഇയറുകളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 23rd ക്വസ്റ്റ്യൻ ആണ്. The Mughal painter who depicted the dodo and the Siberian crane in color. ഡോഡോ അതുപോലെ സൈബീരിയൻ ക്രെയിനെയും കളർ പിക്ചർ ആയിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മുഗൾ പെയിന്റർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഉസ്താദ് മൻസൂർ, ബസാവൻ, ഖ്വാജ അബ്ദുൽ സമദ്, അലി തബ്രീസി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉസ്താദ് മൻസൂർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ
പെർട്ടിക്കുലർ പിക്ചറാണ് ഞാൻ ഇവിടെ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഡോഡോ പക്ഷിനെയും അതുപോലെ അതായത് സൈബീരിയൻ കൊക്കില്ലേ, അതിനെയാണ് കേട്ടോ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കൊക്ക്, കൊക്ക് പോലത്തെ ഒരു ബേർഡ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ജീവികളെയും കളർ പിക്ചർ ആയിട്ട് വരച്ചു എന്നതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ കൊടുത്തിട്ടുള്ള